ഒറ്റൊരിങ്ങനെ വന്നപ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് നേരെ കോട്ടയ്ക്കകത്തൊരു വിഷയത്തിലേക്ക് വരുന്നത്. അതായിരുന്നു കോട്ടയ്ക്കകത്ത് വരുമ്പോൾ കോട്ടയ്ക്കകത്ത് നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്ത് സനാന മിഷൻ സ്കൂൾ പഠിച്ചു പോകുന്നു. അതെ, ഈ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. അതിലൊരു മതം മാറ്റത്തിൻ്റെ കഥയുണ്ട്. ഇപ്പം അത് പറയാം. അപ്പോൾ ഈ സ്ഥലം, ഈ സ്കൂളിരിക്കുന്ന സ്ഥലം പത്മവിലാസം പുരയിടം എന്ന് പറയുന്നത് ദിവാൻ ഉമ്മണിത്തമ്പിയുടെ അമ്മയുടെ പേരിലുള്ള ഒരു വസ്തുവായിരുന്നു. ഈ ഉത്സവമഠം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്തുള്ള ഉത്സവമഠം മുറജപവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നമ്പൂതിരിമാർ, ആ മുറജപത്തിൽ വരുന്ന നമ്പൂതിരിമാർ വരികയും അവർ താമസിക്കുകയും ഒക്കെ ചെയ്ത പല ഘട്ടങ്ങളിലൊന്നും മാത്രമല്ല പാചകങ്ങളുമൊക്കെ ഒരുക്കിയിരുന്നതുമാണ്. അവർക്ക് മാത്രമല്ല, ഈ മുറജപത്തിന് വേണ്ടുന്ന പാചകങ്ങളെല്ലാം ഒരുക്കിയിരുന്ന ഒരു സ്ഥലവും കൂടാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ജോൺ കോക്സ്, ഇന്ന് തിരുവനന്തപുരത്ത് ജോൺ കോക്സിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജോൺ കോക്സ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണമ്പൂലിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സിനിമാ നടൻ മധുവിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ വീടിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ ജോൺ കോക്സിന്. ഈ ഈഴവസ്ത്രീയിലുണ്ടായ ഒരു മകളുണ്ട്. ആ മകളെ കല്യാണം കഴിച്ച ഒരു ആസ്ട്രേലിയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സിംസൺ. അപ്പം സിംസൺ അന്വേഷിച്ച് പോയപ്പോൾ ജോൺ കോക്സിലേക്ക് പോയപ്പോഴത്തേക്ക് പിന്നെ LMSൻ്റെ ചരിത്രത്തിലേക്ക് പോയി. പിന്നെ LMSൻ്റെ ചരിത്രത്തിൽ നിന്ന് വന്നപ്പോൾ മറ്റു കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തേടി പോകുമ്പോൾ മറ്റൊന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഒറ്റൊരിങ്ങനെ വന്നപ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് നേരെ കോട്ടയ്ക്കകത്തൊരു വിഷയത്തിലേക്ക് വരുന്നത്. അതായിരുന്നു കോട്ടയ്ക്കകത്ത് വരുമ്പോൾ കോട്ടയ്ക്കകത്ത് നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്ത് സനാന മിഷൻ സ്കൂളുണ്ട്. ഫോർട്ട് മിഷൻ സ്കൂൾ എന്ന് പിൽക്കാലത്ത് പറയുന്നത്. ആദ്യം സനാന മിഷൻ സ്കൂളാണ്. തിരുവിതാംകൂറിലെ പെൺകുട്ടികൾക്ക് പെൺപള്ളിക്കൂടം. അതിനെ സനാന മിഷൻ അവരുടെ ആദ്യത്തെ 2 സ്ഥലങ്ങളാണ് ഇത് രണ്ടും. പ്രധാനമായിട്ടും 2 സ്ഥലങ്ങൾ ഇത് തന്നെയാണ്. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ വിമൻസ് കോളേജിൻ്റെ ബാക്കിലുള്ള സ്ഥലം, അത് ആശുപത്രിയായിട്ടും ഇത് വിദ്യാലയമായിട്ടുമാണ് പ്രവർത്തിച്ചത്. അഗസ്റ്റൈൻ ബ്ലാൻഫോർഡ് എന്ന് പറയുന്ന ഒരു ലേഡി, അവരെ ദ ലാൻഡ് ഓഫ് കോൺഷ്യൽ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ 1901 എഴുതിയിട്ടുണ്ട്. ഈ അഗസ്റ്റൈൻ ബ്ലാൻഫോർഡിൻ്റെ അവരുടെ ഈ സനാന മിഷൻ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളിൽ ഒരു വിഭാഗങ്ങൾക്ക് മാത്രം, എല്ലാവർക്കുമല്ല, സവർണ വിഭാഗങ്ങൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന കോട്ടയ്ക്കകത്ത് എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂള് സ്ഥാപിച്ചത് എന്നുള്ളത് അവർ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ എല്ലാവരും പറയുന്നത് മഹാരാജാക്കന്മാർക്ക് അല്ലെങ്കിൽ അവർക്ക് മറ്റ് മതങ്ങളോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ശരിക്കും സ്വാതി തിരുനാളിന്റെ കാലത്താണല്ലോ തിരുവിതാംകൂറിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ മുഖം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്. അപ്പൊ അതിന്റെ ഫലം നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പൊതുവെ പഠിച്ചു പോകുന്ന ഒരു കാര്യം അതാണ്. അതിന്റെ ഭാഗമായി വന്നതാണ് ഈ ഒരു സ്കൂള് എന്നാണ് നമ്മൾ പഠിച്ചു പോകുന്നു. അതെ, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. അതിലൊരു മതം മാറ്റത്തിന്റെ കഥയുണ്ട്. ഇപ്പം അത് പറയാം. അപ്പോൾ ഈ സ്ഥലം, ഈ സ്കൂളിരിക്കുന്ന സ്ഥലം പത്മവിലാസം പുരയിടം എന്ന് പറയുന്നത് ദിവാൻ ഉമ്മണിത്തമ്പിയുടെ അമ്മയുടെ പേരിലുള്ള ഒരു വസ്തുവായിരുന്നു. അപ്പോൾ ദിവാൻ ഉമ്മണിത്തമ്പിയെ നാട് കടത്തി എല്ലാം. ദിവാൻ ഉമ്മണിത്തമ്പിക്കാണെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. കാരണം അങ്ങനെയാണല്ലോ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് സഹായത്തോടു കൂടി മഹാരാജാവാകാനും വരെ മോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. വേലുത്തമ്പിയുടെ മരണത്തിന് കാരണക്കാരനായിരുന്നു. ഒരുപാട് അതിലെ ഒരു തിരുവിതാംകൂർ ചരിത്രം പരിശീലിച്ചാൽ ഒരു വില്ലൻ കഥാപാത്രമാണ് ഉമ്മണിത്തമ്പി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വകയായ ഈ പത്മവിലാസം പുരയിടത്തിലെ അദ്ദേഹത്തിൻ്റെ അനുജൻ അവകാശപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന സനാന മിഷൻ സ്കൂളിരിക്കുന്ന സ്ഥലം. അപ്പോൾ അദ്ദേഹം നാട് കടത്തിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റു ഉദ്ദേശങ്ങളോടെയാണോ ഇദ്ദേഹത്തിൻ്റെ അനുജൻ മതം മാറി സാമുവൽ തമ്പി എന്നുള്ള പേര് സ്വീകരിച്ചു. സാമുവൽ തമ്പി LMSലായിരുന്നു. അപ്പോൾ ഈ സാമുവൽ തമ്പിയെ ജോൺ കോക്സ് ആണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത്. കണ്ണമ്മൂലയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ജോൺ കോക്സ് സ്മാരക ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നിരിക്കുന്ന ആ സ്ഥലത്ത് അവിടെയായിരുന്നു സാമുവൽ തമ്പി. അല്ല, ഈ വേലുത്തമ്പിയുടെ കാര്യം പറയുമ്പോൾ അത് ഒന്നുകൂടി അടിവരയിടുകയാണ്. കാര്യം വേലുത്തമ്പി അവസാനം കൊണ്ട് കെട്ടിത്തൂക്കിയത് ഈ കണ്ണമ്മൂല കുന്നിലാണ്. അതേ കുന്നിലാണ്. അതെ, ഈ പറയുന്ന സെയിം അവിടെയാണ് പിന്നീട് ഈ പറയുന്ന ജോൺ കോക്സിന്റെ കെട്ടിടമൊക്കെ വരുന്നത്.
അപ്പോൾ ഈ സനാന മിഷൻ സ്കൂള് ഈ പിന്നീടാണല്ലോ സനാന മിഷൻ വരുന്നത്, LMSന്റെ ആണല്ലോ പിന്നീട് സനാന മിഷന് കൊടുക്കുന്നത് ആ ഒരു ഇതൊക്കെ. അപ്പോൾ ഈ സാമുവൽ തമ്പിയുടെ വകയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ സനാന മിഷൻ സ്കൂളിരിക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. അത് അദ്ദേഹം മതം മാറിയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഈ വസ്തു അന്യാധീനപ്പെട്ടു പോയത് കൊണ്ടാണ് രാജാവ് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരി ഒരു ക്രിസ്ത്യൻ മിഷണറിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് കൊടുത്തതോ ആവാം. അല്ല, അന്ന് അപ്പോൾ തിരുവിതാംകൂറിൽ ഇത്തരത്തിലുള്ള മതം മാറ്റം വ്യാപകമായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ ശരി വെക്കുന്നത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ അടുത്ത കാലത്തായി ചരിത്രകാരൻ MG ശശിഭൂഷന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ചിത്രയിരുന്നാൾ ബാലരാമ ഓർമ്മയെ ബെഞ്ചമിൻ ബാലരാമ ഓർമ്മയാക്കാൻ ശ്രമം നടത്തി മറ്റേ സാൽവേഷൻ ആർമി അവരെ നടത്തി എന്നൊക്കെ ഉള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ അതിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന, അതിന് എത്രയോ മുമ്പ് നടന്ന ഒരു രാജകുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ദിവാന്റെ കുടുംബത്തിൽ നടന്ന മതം മാറ്റം, അത് ഈ പറഞ്ഞതുപോലെ കോട്ടയ്ക്കകത്ത് കണ്ണായ സ്ഥലത്താണ് ഈ സനാന മിഷനെങ്കിൽ സാൽവേഷൻ ആർമി നിലനിൽക്കുന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ പൂമുഖത്താണ്. അതെ, അതും എത്ര ഏക്കർ സ്ഥലമാണ് ആലോചിക്കണം, എത്ര ഏക്കർ സ്ഥലമാണ്. അതുപോലെ ആ പറയുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കിഴക്കേ നട പോലെ അല്ല, തെക്കേ നട പോലെ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ് വടക്കേ നട. തൊട്ടപ്പുറത്ത് സ്കൂള്, നമ്മുടെ കൊട്ടാരം, വടക്കേ കൊട്ടാരം, തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ യുവരാജാക്കന്മാരായിരിക്കുമ്പോൾ താമസിച്ചിരുന്ന കൊട്ടാരം. തൊട്ടപ്പുറത്ത് ദിവാൻ, നമ്മുടെ സട്ടി മാധവറാവിനെ പോലെയുള്ള ദിവാന്റെ താമസിക്കുന്ന പത്മവിലാസം കൊട്ടാരം. ഇതൊക്കെ ഇരിക്കുന്നതിനിടയിലാണ് ഈ ഇംഗ്ലീഷ് വിദ്യാലയം, വടക്കേ കൊട്ടാരം സ്കൂൾ എന്നാണ് അതിനെ പറയുന്നത്. അത് പറയുമ്പോഴാണ് ശ്രീ പ്രതാപ് ജി ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റോട് ചുറ്റുമുള്ള പല കെട്ടിടങ്ങൾക്കും ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഈയിടയ്ക്ക് ഒരു തർക്ക വിഷയം പോലും വന്നിരുന്നു. കാര്യം ചിക്കൻ ബിരിയാണി വിവാദം ഈയിടയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടായിരുന്നു, തത്വമയിയാണെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ഇത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം പ്രവർത്തിക്കുന്നത് ഈ ഉത്സവ മഠത്തിലാണ്. അപ്പോൾ അന്നൊരു വാദഗതി ഉണ്ടായത്, ഉത്സവ മഠം ക്ഷേത്രത്തിന്റെ ഭാഗമല്ല, അത് ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് അവിടെ സസ്യേതര ആഹാരങ്ങൾക്ക് പ്രശ്നമില്ല, നോൺ വെജ് ഐറ്റംസ് കൊണ്ടുവരുന്നതിൽ പ്രശ്നമില്ല എന്നൊരു വാദമുഖം അന്ന് ഉയർത്തിയിരുന്നു. അന്നും നമ്മൾ ശക്തമായി വാദിച്ചത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റോട് ചുറ്റും ആയി നിലകൊള്ളുന്ന പല ചരിത്ര സൗധങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധമുണ്ട്. ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി അല്ലെങ്കിൽ ക്ഷേത്രോത്സവമായി മുറജപം പോലുള്ള വലിയ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ കുംഭമേളയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ സ്വന്തം കുംഭമേളയാണ് മുറജപം. അതെ, അപ്പൊ ആ അത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് ഈ കെട്ടിടങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റോട് ചുറ്റിലുമായി നമുക്ക് പറയാൻ പറ്റുന്ന, പേരെടുത്ത് പറയാൻ പറ്റുന്ന കെട്ടിടങ്ങൾ ഏതൊക്കെയാണ്? അത് ക്ഷേത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ കിഴക്ക് ഭാഗത്ത് കരുവേലാപുര മാളിക തുടങ്ങാം. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ ഉത്സവമഠം എന്ന് പറയുന്നത്. വടക്ക് ഭാഗത്തുള്ള ഉത്സവമഠം മുറജപവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നമ്പൂതിരിമാർ, ആ മുറജപത്തിൽ വരുന്ന നമ്പൂതിരിമാർ വരികയും അവർ താമസിക്കുകയും ഒക്കെ ചെയ്ത പല ഘട്ടങ്ങളിലൊന്നും, മാത്രമല്ല പാചകങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നതുമാണ്. അവർക്ക് മാത്രമല്ല, ഈ മുറജപത്തിന് വേണ്ടുന്ന പാചകങ്ങളെല്ലാം ഒരുക്കിയിരുന്ന ഒരു സ്ഥലവും കൂടാണ്. അപ്പൊ അത് എല്ലാ കാലത്തും ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അത് 16-ാം നൂറ്റാണ്ടിലോ മറ്റോ ഉള്ള ഒരു ഭൃഗു സന്ദേശം എന്ന് പറയുന്ന അതൊരു സന്ദേശ കാവ്യത്തിൽ ഈ ഉത്സവ മഠത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രതിപാദ്യമുണ്ട്. അന്ന് തന്നെ ഈ കെട്ടിടത്തെ പറ്റി പറയുന്നുണ്ട്. ആ കവി അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്, ഈ ഉത്സവ മഠത്തെ കുറിച്ച്. അതുപോലെ തൊട്ടടുത്തുള്ള ശ്രീപാദം കൊട്ടാരം, കണ്ടുകൊണ്ടെടുത്ത് കൊട്ടാരം, കണ്ടുകൊണ്ടെടുത്ത് കോയിക്കൽ എന്ന് പറയുന്ന അത്. അപ്പൊ അന്നെല്ലാം കൊട്ടാരം എന്നൊന്നും പറയാറില്ല, അന്നെല്ലാം കോയിക്കൽ എന്നാണ് എല്ലാം പറയുന്നത്. ഇപ്പം വലിയ കോയിക്കല്, അതുപോലെ പുല്ലിക്കോട്ട് കോയിക്കൽ, വലിയ കോയിക്കൽ തന്നെയാണ് പുല്ലിക്കോട്ട് കോയിക്കൽ, കരിപ്പ് കോയിക്കല്, അതുപോലെ നമ്മുടെ കോയിക്കൽ കൊട്ടാരം, നമ്മുടെ നെടുമങ്ങാട്ടുള്ള എല്ലാം കോയിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഈ ശ്രീപാദത്ത് കോയിക്കൽ എന്ന് പറയുന്ന അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട, തമ്പുരാട്ടിമാർക്ക് വന്നാൽ താമസിക്കാനും ഉള്ള അവരുടെ ഒരു വാസകേന്ദ്രമായിരുന്നു ഈ പറയുന്ന. അപ്പൊ അതൊന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയുന്നതാണ്. എല്ലാം ക്ഷേത്രവുമായി ചുറ്റുമുള്ളതെല്ലാം തന്നെ ക്ഷേത്രവുമായി. കരുവേലപ്പുര മാളിക, അതുപോലെ തന്നെ അതിനകത്ത് മാർത്താണ്ഡവർമ്മ താമസിച്ചിരുന്ന എന്ന് പറയുന്ന ഒരു കൊട്ടാരം. മാർത്താണ്ഡവർമ്മ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് ചരിത്രത്തിൽ ഒരിടത്തും പരാമർശിക്കട്ടെ. അവിടെ പെരുമാൾ കൊട്ടാരമുണ്ട് അതിനുള്ളിൽ. ആ പെരുമാൾ കൊട്ടാരം അതിനകത്താണ്, ഈ കരുവേലപ്പുര മാളികയ്ക്ക് അടുത്ത്. അവിടെയാണ് നമ്മൾ, അതിൻ്റെ അടുത്താണല്ലോ നമ്മുടെ സരസ്വതി വിഗ്രഹം, സരസ്വതി മണ്ഡപം.
നവരാത്രി കാലത്ത് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ മറ്റേ പുത്തൻമാളിയിലേക്ക് കുതിരമാളിക. പോകാനുള്ള എൻട്രൻസ്, അങ്ങനെ എല്ലാം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള സ്ഥലം. മറ്റത് വടക്ക് ഭാഗത്ത്, അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തിരിക്കുന്ന കെട്ടിടങ്ങൾ, ഇതെല്ലാം അല്ല, ഇതിന്റെ സ്ഥാനനിർണയം പോലും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അല്ലേ അക്കാലത്ത്? ഇത് കിഴക്ക് വശത്ത് ഇന്നത് തന്നെ വേണം, പടിഞ്ഞാറ് വശത്ത് ഇന്നത് വേണം, വടക്ക് വശത്ത് ഇതാണ്, തെക്ക് വശത്ത് ഇതാണെന്നുള്ള എല്ലാത്തിനും വ്യക്തമായ ഒരു സ്ഥാനനിർണയം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് ശിവരാത്രിയെ പറ്റി വന്നപ്പോഴാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അന്ന് ചുറ്റുമുള്ള ശിവക്ഷേത്രങ്ങളെ നമുക്ക് ചുറ്റും എന്ന് പറയാൻ പറ്റില്ല. വടക്ക് ഭാഗത്ത്, വടക്ക് കിഴക്കേ ഭാഗത്ത്, അതുപോലെ കിഴക്ക് ഭാഗത്ത്, പിന്നെ ഉള്ളത് ഒന്ന് മാത്രം പടിഞ്ഞാറ് ഭാഗം. ഇങ്ങനെയായിരുന്നു ആ ശിവക്ഷേത്രങ്ങൾ. അല്ല, നമ്മൾ അത് പൊതുവെ പറയാറുണ്ട്. ഇപ്പൊ ഇന്നും തിരുവിതാംകൂറുകാർക്ക് ശിവരാത്രി ആയാൽ അവരുടെ പ്രയാണം ശിവാലയ ഓട്ടവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലേക്കാണ്. നമുക്ക് വളരെ പ്രശസ്തമാണ്. അവിടുത്തെ 12 ക്ഷേത്രങ്ങൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളാണ്. അത്തരത്തിൽ വലിയൊരു ചരിത്രവും ഐതിഹ്യവും പുരാണവും ഒക്കെ അതിന്റെ പിന്നിലുണ്ട്. എങ്കിലും ഈ തിരുവിതാംകൂറിന്റെ ചരിത്രം കൃത്യമായി അറിയുന്നവർ പറയും, തിരുവിതാംകൂറിനുള്ളിൽ, അതായത് തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെ, നഗരത്തിനുള്ളിൽ തന്നെ നമുക്ക് ശിവാലയ ദർശനം നടത്താം എന്നുള്ളത്. അതിന്റെ ഒരു സാങ്കത്യം എന്താണ്? കാരണം എല്ലാവർക്കും അങ്ങ് പോകാൻ കഴിയാത്തത് കൊണ്ട്, ശിവാലയ ഓട്ടത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാലാകാലങ്ങളായി അവർ തിരുവനന്തപുരം നഗരത്തിലുള്ള പുരാതനമായ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അതിൽ ഉദാഹരണം ഇപ്പം നമ്മുടെ വലിയശാല മഹാദേവ ക്ഷേത്രം ഉദാഹരണം, അവിടെ നിന്നാണ് സാധാരണ അങ്ങനെ സ്ഥിരം പോകുന്ന ആൾക്കാരുടെ ഒരു തുടക്കം ആയിട്ട് പറയാമെന്നുള്ളത് പുരാതനമായിട്ടുള്ള വലിയശാല മഹാദേവ ക്ഷേത്രം. അവിടെ നിന്നും നേരെ നമ്മൾ തൊട്ടടുത്തുള്ള കുറച്ച് ദൂരം, ഇന്നൊക്കെ ആണെങ്കിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടെന്നൊക്കെ പറയാം, അന്നുള്ള ആളുകൾക്ക് നടന്ന് കുറച്ച് ദൂരം 1 കിലോമീറ്റർ നടക്കുക അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമല്ല. അവിടെ നിന്ന് നേരെ പോകുന്ന നീറമങ്കര ക്ഷേത്രമുണ്ട്, കരമന മഹാദേവ ക്ഷേത്രം, അത് കഴിഞ്ഞ് തളിയൽ മഹാദേവ ക്ഷേത്രം. അവിടെ നിന്ന് നേരെ പൂജപ്പുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രം. ചെങ്കള്ളൂരിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ തിരുമല കൊച്ചക്കോട് മഹാദേവ ക്ഷേത്രം. അവിടെ നിന്ന് നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രം. ശാസ്തമംഗലം അവിടെ നിന്ന് നേരെ വലിയ ഉദയേശ്വരം, പിന്നെ ഗൗരീശവട്ടം. ഇങ്ങനെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ ശ്രീകണ്ഠേശ്വരവും പഴയ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന കരകണ്ഠേശ്വരം നമ്മളെ ചെങ്ങള്ളൂർ അല്ല, നമ്മുടെ ആദ്യം പറഞ്ഞ വില്യാശാല ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഈ പഴയ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന കോവിലുള്ള ക്ഷേത്രമൊക്കെ ദർശനം കഴിഞ്ഞിട്ട് മിത്രാനന്തപുരത്ത് വരുമ്പോഴാണ് അവിടെ ഈ ഹരിഹരൻ അല്ലെങ്കിൽ ശൈവ വൈഷ്ണവ സമന്വയം എന്നൊക്കെ പറയുന്ന വിശേഷിപ്പിക്കുന്ന മിത്രാനന്തപുരത്ത് എത്തുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത്. അത് ഇന്നും അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതില്ലെങ്കിൽ പോലും ഇന്നും ആളുകൾ അങ്ങനെ തന്നെയാണ് കുറേ ആൾക്കാർ ദർശനം നടത്തുന്നത് ഈ പറയുന്ന ഇത്രയും ക്ഷേത്രങ്ങൾ. ഇത് ഒരുപാട് പേർക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം കൂടിയാണ്. അതെല്ലാം പുരാതനമായ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വളരെ പുരാതനമായ ക്ഷേത്രങ്ങൾ എല്ലാം ഈ പറയുന്ന എല്ലാ ശിവാലയങ്ങളും വളരെ പുരാതനമായ ക്ഷേത്രങ്ങൾ. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഈ മറ്റ് ഇവിടെ വന്ന് താമസിക്കുന്നവരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരുപാട് അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ മണക്കാട് പ്രദേശം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ കോട്ടയ്ക്കകത്തിന് അപ്പുറമുള്ള ചില പ്രദേശങ്ങൾ എങ്ങനെ ഉണ്ടായി, അതിന്റെ ഒരു ചരിത്രം നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഓർത്തെടുക്കാൻ പറ്റും? അല്ല, നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ആസൂത്രിത നഗരമാണ്. ആദ്യം നമ്മുടെ പുരാതന നമ്മാഴ്വരുടെ കൃതിയിലൊക്കെ നമ്മൾ അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. സ്യാനന്തപുരം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്യാനന്തപുരം പറഞ്ഞ മറ്റേത് നമ്മാഴ്വരുടെ ഇതിലൊക്കെ പറയുമ്പോൾ ഈ അന്ന് ഈ ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനമായിട്ട് ഒന്ന് തിരുപ്പതികളിലൊന്നായിട്ടാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ക്ഷേത്ര നഗരമാണെങ്കിലും ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ജനവാസ ഇതായിട്ടുള്ളതല്ല. പക്ഷേ പിൽക്കാലത്ത് നമ്മുടെ പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനം തിരുവിതാംകൂറിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അനന്തരവന്റെ കാലം എന്ന് പറയുന്നതാണ് കൂടുതൽ ധർമ്മരാജാവിന്റെ കാലത്ത്. അവിടെ അന്ന് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂരിൽ നിന്നും ഒരു വലിയൊരു ഗ്രൂപ്പിനെ ആൾക്കാർ തലസ്ഥാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ജോലികൾ തേടിയും അല്ലാതെയും ഒരു വലിയൊരു വിഭാഗം ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർ നെയ്യൂരിൽ നിന്ന് ഒരു വലിയ സംഘം വന്നു. അവർ വന്നിട്ട് നമ്മുടെ പൂജപ്പുര ഏരിയയിലാണ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം നൽകിയതായിട്ട് ഇപ്പോൾ നമ്മുടെ പിൽക്കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം ചില ടൗൺ ഇംപ്രൂവ്മെൻറ്റ് കമ്മിറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, നമ്മളെ ആസൂത്രിത
മേഖല തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പം ജവഹർ നഗർ, PTP നഗർ എന്നൊക്കെ പറയുന്നത് പോലെ അക്കാലത്ത് ആദ്യമായിട്ട് ഈ പൂജപ്പുര, പാൽക്കുളങ്ങര ഈ മേഖലകളിലൊക്കെ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയൊക്കെ ഉണ്ടായി ഒരുപാട് ഏരിയയിൽ. പക്ഷെ അതേസമയം തന്നെ കരമന, ഇപ്പോൾ കുരിയാത്തി, മണക്കാട് ഈ പ്രദേശത്തൊക്കെ അതിനു മുമ്പുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും ഇപ്പോൾ പാൽക്കുളങ്ങരയോ അല്ലെങ്കിൽ പൂജപ്പുരയോ എല്ലാ ആൾക്കാരും അവിടെ നിന്ന് വന്നവരല്ല. അതിനു മുമ്പ് ജനവാസ മേഖലയാണ്. പക്ഷെ ഒരു ഏരിയ തിരിച്ച് ഇപ്പോൾ ചാടിയറ എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ രേഖകൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു എന്ന് മതിലകൻ രേഖയിൽ തന്നെ വ്യക്തമായിട്ട് ചില നീട്ടുകളും നിലവുകളും ഒക്കെ അതിന് സൂചന നൽകുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. അതിനുശേഷം പിന്നീട് ഈ പത്മനാഭപുരത്ത് നിന്ന് വരുന്നുണ്ട് ഒരു ഗ്രൂപ്പ്, തിരുവട്ടാറിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ കന്യാകുമാരി ജില്ലയുടെ ഇതിൽ നിന്നും അതുപോലെ കൊല്ലത്ത് നിന്നും പിന്നെ നമ്മുടെ പത്തനാപുരം, ഇങ്ങനെ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള തിരുവനന്തപുരം നഗരം ഉണ്ടായത് തന്നെ അങ്ങനെയാണല്ലോ. അതെ, തിരുവനന്തപുരം നഗരം ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. ഓരോ പ്രദേശത്തു നിന്നുള്ളവർ വന്ന് താമസിച്ച നഗരമാണ്. അതേസമയം ആദ്യത്തെ അല്ലെങ്കിൽ ജനവാസം അതിനു മുമ്പേ ഉള്ള ഒരു ജനവാസം ഗ്രാമങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വെഞ്ഞാർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പോത്തങ്കോട് ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങൾ പോയി. അവിടെ ഉള്ള പൗരാണികമായ എത്രയോ കുടുംബങ്ങളുള്ള സ്ഥലമാണ് ഗ്രാമങ്ങൾ. അവിടെയൊക്കെ അന്ന് മുതലേ എത്രയോ തലമുറകളായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഗ്രാമങ്ങളിലുണ്ട്. അതായത് നാട്ടുമ്പുറങ്ങളെന്ന് നമ്മൾ ഇന്ന് പറയുന്ന പല പ്രദേശങ്ങളും, സിറ്റിയിൽ നിന്നും കുറച്ച് അകലെയായിട്ടുള്ള പ്രദേശങ്ങൾ, എത്രയോ പ്രദേശങ്ങളുണ്ട്. ഇന്നും കേശവദാസപുരത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമാന്തരീക്ഷം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ 1904 ഉള്ള ഒരു തിരുവനന്തപുരത്തിൻ്റെ ഭൂപടവും 1920കളിലുള്ള തിരുവനന്തപുരത്തിൻ്റെ ഭൂപടവും ഒക്കെ നോക്കുമ്പോൾ അന്ന് കരമന പാലത്തിനപ്പുറത്ത് നഗരമല്ല, കരമന പാലത്തിനപ്പുറം നഗരമല്ല. അതുപോലെ പാളയം കഴിഞ്ഞ് പട്ടം കഴിഞ്ഞ നഗരമല്ല, പട്ടം വരെ ഏകദേശം പോകാം. പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ ബീച്ച്, ഇങ്ങോട്ട് ബീച്ചിൻ്റെ ആ ഒരു മേഖലയാണ്. അതുപോലെ മുട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ആ തെക്ക് ഭാഗം ഒന്നും തന്നെ ഏകദേശം നമ്മുടെ ഈഞ്ചക്കൽ വരെ ഉള്ളൂ നഗരം. അത് കഴിഞ്ഞാൽ നഗരമേ അല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ തിരുവനന്തപുരം നഗരം. പഴയ ഭൂപടത്തിൽ അത്രയേ ഉള്ളൂ തിരുവനന്തപുരം നഗരം. ട്രിവാൻഡ്രം സിറ്റി മാപ്പ് എന്ന് പറയുന്നത് കാണിക്കുന്ന മാപ്പിൽ അത്രയേ ഉള്ളൂ. ജനസംഖ്യ കൂടിയപ്പോൾ അല്ലെങ്കിൽ അതിന്റെ സാന്ദ്രത കൂടിയപ്പോൾ അനുസരിച്ച് വികസിച്ചു പോയതാണ്. ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ പണ്ട് ഏറ്റവും സുഗമമായിട്ട് ഇത് ജലം, അത് പിൽക്കാലത്ത് 1930-കൾക്ക് ശേഷം നമ്മുടെ വാട്ടർ അതോറിറ്റി, വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് ഒക്കെ വന്നതിന് ശേഷം വളരെ ഇതായിട്ട് നിന്ന ഇന്ന് ആ മേഖലകളിലൊക്കെ ഇന്ന് വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിയുടെ ആ മേഖല നമ്മുടെ ഈ കോട്ടക്കകം അല്ലെങ്കിൽ നമ്മുടെ താഴ്ന്ന പ്രദേശം, ഇപ്പം കവടിയാറ് അല്ലെങ്കിൽ കുറവങ്കോണം ആ മേഖല വളരെ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. ഇപ്പോൾ വഴുതക്കാട്, അതൊക്കെ ഉയർന്ന പ്രദേശങ്ങൾ, നഗരത്തിലെ കുന്നുകളിലൊന്നാണ് ഇതൊക്കെ. വഴുതക്കാട് കുന്ന്, കവടിയാർ കുന്ന്, ഉള്ളൂർ കുന്ന്, മറ്റേ എന്നൊക്കെ പറയുന്നത് കുന്നുകൾ, ബാർട്ടൺ ഹിൽ. മറ്റതെല്ലാം താഴ്ന്ന പ്രദേശം. ഇപ്പോൾ കോട്ടയം, ഇപ്പോൾ ശിവപത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഇരിക്കുന്ന നഗരത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്താണ്. അപ്പോൾ അവിടെ വെള്ളത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അവിടെയും ബുദ്ധിമുട്ടായി, ശുദ്ധജലങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത് വലിയ ബുദ്ധിമുട്ടായി. പണ്ട് സുഗമമായി കിട്ടിയിരുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. അത്രമാത്രം ഫ്ലാറ്റുകളും അത്രമാത്രം പുതിയ പുതിയ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് അത് മാറി. ഏതായാലും ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അറിയപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കുറച്ചു നേരം കൊണ്ട് ഡിസ്കസ് ചെയ്തത്. എന്തായാലും ഇനിയും ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വലിയ ഒരു പർവ്വമാണ്. അത് അറിഞ്ഞാലും തീരാത്തതാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലെ സ്റ്റുഡിയോ റൂമിലിരുന്നായിരിക്കില്ല, നേരിട്ട് പുറത്തോട്ട് പോയി അതാത് സ്ഥലങ്ങളിൽ പോയി ചരിത്രരേഖകൾ കണ്ടെത്തി ഉള്ള ഒരു പരിപാടിയാണ് തത്വമയി വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും. എന്തായാലും ഇന്ന് ഈ അനന്തപുരിയുടെ അറിയപ്പെടാത്ത ചരിത്രങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയത് പ്രശസ്ത ചരിത്രകാരനായ ശ്രീ പ്രതാപ് കിഴക്കേവണമാണ്. കൂടിക്കാഴ്ചയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു എന്ന് പറയുന്നില്ല. കാര്യം ഈ ഒരു അധ്യായത്തിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.